കിട്ടിയ അടി ഇരുപ്പതായിരുന്നു. അതിൻ്റെ ഒരു 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 വലിയ ആഘാതത്തിൽ നിന്നും കരകയറാൻ ഏറെ നേരം എടുക്കുകയാണ് CPM. ഒരിക്കൽ CPM വിചാരിച്ചു, കഴിഞ്ഞ മാസമാണ് വിചാരിച്ചു, ED റെയ്ഡ് നടക്കുമ്പോൾ പിണറായി വിജയനെതിരെ ED റെയ്ഡ് നടന്നു എന്ന രീതിയിൽ വ്യാഖ്യാനം കൊടുക്കുകയും കേന്ദ്ര ഗവൺമെൻറ്റിനോടൊപ്പം EDയോടൊപ്പം BJPയോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഇവിടുത്തെ UDF ഗവൺമെൻറ് തങ്ങൾക്കെതിരെ നീക്കങ്ങൾ നടത്തുന്നു, അത് വലിയ രീതിയിൽ ആളിക്കത്തിക്കാം എന്നതായിരുന്നു ആദ്യ മോഹം. അത് പൊലിഞ്ഞു, വല്ലാതെ പൊലിഞ്ഞുപോയി. ഈ കൊല്ലാനും തല്ലാനും നിന്ന, അല്ലെങ്കിൽ ED ആക്രമിക്കാൻ നിന്ന സഖാക്കൾ അകത്തായി, അവർ പെടാപ്പാട് പെടുകയാണ്. അപ്പോൾ അത് ചീറ്റിപ്പോയി. പക്ഷേ അതൊരു വ്യക്തിയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന വിഷയമാണ്. ഐഡിയോളജി ഒന്നുമില്ല അതിനകത്ത് വലിയ പ്രോഗ്രാമൊന്നുമില്ല. അതൊരു അഴിമതി വിഷയമാണ്. അത് അതിൻ്റേതായ നിയമത്തിൻ്റെതായ വഴിക്ക് പോകട്ടെ എന്ന ഒരു പ്രായോഗിക ബുദ്ധിയിൽ ഇപ്പോൾ CPM എത്തി നിൽക്കുന്നു എന്ന് വേണം കരുതാൻ. പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്ന പ്രധാന വിഷയം അതൊന്നുമല്ല. വിഴിഞ്ഞം പോർട്ട് അതനി കച്ചവടമാക്കുകയാണ്. 49% ഓഹരി, വിഴിഞ്ഞം പോർട്ടിൻ്റെ 49% ഓഹരി മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിക്ക് നൽകുകയാണ്. ഇരുചെവി അറിയാതെ. സെബിയെ മാത്രം, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയെ അറിയിച്ചുകൊണ്ട്. അത് ഓഹരി വിപണി, ഇത് ലിസ്റ്റഡ്, അദാനിയുടെ കമ്പനിയൊക്കെ ലിസ്റ്റഡ് കമ്പനിയാണല്ലോ. അപ്പോൾ ലിസ്റ്റഡ് കമ്പനി ഏതെങ്കിലും ഓഹരി കൈമാറ്റം നടക്കുമ്പോൾ സെബിയെ അറിയിക്കേണ്ടതുണ്ട്. അത് ഔപചാരികതയാണ്. പക്ഷേ ആരാണ് അനുമതി നൽകിയത്? വസ്തുവാരുടെയാണ്? കേരള സർക്കാരിൻ്റെയാണ്. കേരള സർക്കാരിന് അനുമതി വാങ്ങാതെ, കേരള സർക്കാരിനെ ഔപചാരികമായി അറിയിക്കാതെ ഈ ഭീതിതമായ രീതിയിലുള്ള ഒരു ഓഹരി കൈമാറ്റം, അത് 13,000 ചില്ലുവാനം കോടി രൂപയുടെ കൈമാറ്റമാണ് നടക്കുന്നത്. ഈ 49% നിയമമനുസരിച്ച്, ധാരണാപത്രമനുസരിച്ച്, സംസ്ഥാന സർക്കാരുമായി ഒപ്പിട്ട ധാരണാപത്രമനുസരിച്ച് അതിനെ പോർട്സിനെ സംബന്ധിച്ചിടത്തോളം 25% കൂടുതൽ ഓഹരി കൈമാറുന്നതിന് മുൻകൂർ അനുമതി ആവശ്യമാണ്. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ അനുമതി ആവശ്യമാണ്. കാരണം സംസ്ഥാനത്തിൻ്റെ ഓണർഷിപ്പിലാണ് വിഴിഞ്ഞം പോർട്ട്, അതിൻ്റെ ഭൂമി, അതെല്ലാം. അത് കാറ്റിൽ പറത്തിക്കൊണ്ട് 49% ഓഹരി ഒറ്റയടിക്ക് അങ്ങോട്ട് കൈമാറാൻ തീരുമാനമെടുക്കുകയാണ്. അപ്പോൾ വിഴിഞ്ഞം പോർട്ടിൻ്റെ വർത്ത് എന്താണെന്ന് ഇപ്പോൾ നമുക്ക് മനസ്സിലായി. ഏതാണ്ട് 27,000 കോടി രൂപയുടെ വർത്താണ് വിഴിഞ്ഞം പോർട്ടിന് എന്ന് നമുക്ക് മനസ്സിലായി. അല്ലെങ്കിൽ 13,000 കോടിക്ക് 49% ഓഹരി കൈമാറാൻ കരാർ ഒപ്പിടില്ലായിരുന്നല്ലോ. പക്ഷെ ഇപ്പോൾ പന്ത് മുഖ്യമന്ത്രിയുടെ കോർട്ടിലാണ്. UDFൻ്റെ കോർട്ടിലെന്നോ കേരള ഗവൺമെൻറ് കോർട്ടിലെന്നോ മന്ത്രിസഭയുടെ കോർട്ടിലെന്നോ പറയുന്നില്ല. കോർട്ട് മുഖ്യമന്ത്രിയുടെയാണ്. എന്തുകൊണ്ടാണ്? മുഖ്യമന്ത്രിയാണ് പൊതുഭരണം, മുഖ്യമന്ത്രിയാണ് നിയമവകുപ്പിൻ്റെ ചുമതല, മുഖ്യമന്ത്രിയാണ് തുറമുഖ വകുപ്പിൻ്റെ ചുമതല. എന്തിനും പോരാഞ്ഞിട്ട് മുഖ്യമന്ത്രി തന്നെയാണ് ബ്ലൂ ഇക്കോണമി, അല്ലെങ്കിൽ സമുദ്രത്തിലാണ്, തുറമുഖങ്ങളിലാണ്, കണക്ടിവിറ്റിയിലാണ്, വിഭവങ്ങളുടെ, സമുദ്രതീരത്തെ വിഭവങ്ങളിലാണ് കേരളത്തിൻ്റെ സമഗ്രമായ ഭാവി, കേരളം അനുഭവിക്കുന്ന എല്ലാ സാമ്പത്തിക പ്രതിസന്ധിയുടെയും ഉത്തരം കിട്ടുന്നത് തീരപ്രദേശത്ത് നിന്നാണ് എന്നത് മുഖ്യമന്ത്രിയുടെ നയമാണ്. അങ്ങനെയെങ്കിൽ വിഴിഞ്ഞം പോർട്ട്, ഇത് ഹബ്, ഭാവി കേരളത്തിൻ്റെ വരുമാന സ്രോതസ് ആകേണ്ട വിഴിഞ്ഞം പോർട്ട് ഏതെങ്കിലും ഒരു ബഹുരാഷ്ട്ര ഷിപ്പിംഗ് കമ്പനിയുടെ മാത്രം കപ്പലുകൾക്ക് അടുക്കാവുന്ന എക്സ്ക്ലൂസീവ് സോണായി മാറുന്നത് കയ്യും കെട്ടി കേരളം നോക്കി നിൽക്കാനാവുമോ? മുഖ്യമന്ത്രിക്ക് പ്രതികരിക്കാതിരിക്കാനാവുമോ? കാര്യമായ പ്രതികരണം ഇതുവരെ ഉണ്ടായിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഹൈക്കമാൻഡ് എന്ന് പറയുന്നത്, ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ അഭാവത്തിൽ, രാഹുൽ ഗാന്ധി എവിടെയെന്ന് അറിയില്ല, ഏതാനും ദിവസമായി രാഹുൽ ഗാന്ധി വിദേശ സന്ദർശനത്തിലാണ്, അദ്ദേഹം മിസ്സിംഗ് ആണ്. അപ്പോൾ പിന്നെ KC വേണുഗോപാലാണ് അവശേഷിക്കുന്ന ഹൈക്കമാൻഡ്. KC വേണുഗോപാലിൻ്റെ ഭാഗത്തു നിന്ന് കർശനമായ നിർദ്ദേശമുണ്ടായി കേരള സംസ്ഥാന സർക്കാരിന്, അല്ലെങ്കിൽ VD സതീശന്, ഇതുമായി മുന്നോട്ട് പോകരുത്, കേരളം നിയമത്തിൻ്റെ വഴിക്കേ പോകാവൂ, കേരള ഗവൺമെൻറ് അനുമതി അത്യാവശ്യമാണ്, ഓഹരി കൈമാറ്റം എന്ത് വില കൊടുത്തും എതിർക്കണം, അതിനുള്ള അനുമതി നൽകരുത്, പ്രവർത്തനാനുമതി നിഷേധിക്കണം. ഇപ്പോൾ അതുകൊണ്ടാണോ എന്നറിയില്ല, കേരളവും സ്റ്റേക്ക് ഹോൾഡേഴ്സാണ്, കേന്ദ്രത്തിൻ്റെയും കൺസേൺ ഉണ്ടല്ലോ. ഈ ഒരു MSC എന്ന് പറയുന്ന മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയാണ്. മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ കപ്പലുകൾക്ക് മാത്രം അടുക്കാവുന്ന തുറമുഖമായി വിഴിഞ്ഞം മാറിയാൽ എവിടെ ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ്, ഫ്ലെക്സിബിലിറ്റി ഇല്ല അവിടെ. ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു നീരാളിപ്പിടുത്തം അത് ഒഴിവാക്കിയേ പറ്റും. അത് കേന്ദ്ര സർക്കാരിനും അങ്ങനെയാണ്, സംസ്ഥാന സർക്കാരിനും അങ്ങനെയാണ്. പക്ഷേ അദനിയുടേതാണ് ഈ പോർട്ട്. അദനിയാണ് ഇവിടെ സാങ്കേതികവിദ്യ കൊണ്ടുവന്നത്, നിർമ്മാണ എക്യുപ്മെൻറ്റ്സ് കൊണ്ടുവന്നിരിക്കുന്നത്. അത് റണ്ണിങ് അതോറിറ്റി ഈസ് അദനി പോർട്ട് ലിമിറ്റഡ്. കേന്ദ്ര സർക്കാരുമായി ചേർന്ന് നിൽക്കുന്ന ആളാണ്.
അദനിയെ നോർക്കണം. ഗൗതം അദനിയെ കൈവിടാൻ കേന്ദ്രം തയ്യാറാവില്ല. പക്ഷേ കേരളത്തിന് മുന്നോട്ട് പോകണമെങ്കിൽ രാഹുൽ ഗാന്ധി ഓരോ ശ്വാസത്തിലും പറയുന്ന കാര്യമാണ് അംബാനിക്കും അദനിക്കും കീഴടങ്ങുന്ന കേന്ദ്ര സർക്കാർ. അപ്പോൾ സ്വന്തം പാർട്ടിയുടെ മുന്നണി ഭരിക്കുന്ന UDF ഭരിക്കുന്ന കേരള സർക്കാർ ഇവിടെ ഉള്ളപ്പോൾ അദനി രാമാനം കോഹരി കച്ചവടമാക്കി അതിനെ മുങ്ങുകയൊന്നുമില്ലെന്നാണ് അതിനെ ഇപ്പോൾ പറയുന്നത്. താൻ ഇവിടെ ഉണ്ടാകും, തങ്ങളുടെ പോർട്ട് ഇവിടെ ഉണ്ടാകും, നിയന്ത്രണം തങ്ങൾക്ക് തന്നെ ആയിരിക്കണം, തങ്ങൾ ഓഹരി കൈമാറുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ അനുമതിയോടുകൂടി മാത്രമേ കാര്യങ്ങൾ മുന്നോട്ട് പോകൂ എന്ന് അദനി പറയുന്നു. പക്ഷേ സംശയത്തിൻ്റെ മുൾമുനയിൽ ആയത് കേരളത്തിൻ്റെ ഗവൺമെൻറ്റാണ്, മുഖ്യമന്ത്രിയാണ്. സംശയം മാത്രമാണ്. മുഖ്യമന്ത്രിയുടെ മംഗലാപുരം സന്ദർശനം അതിനെന്തെങ്കിലും അദനി ബന്ധമുണ്ടോ? മെയ് മാസം 1-ാം തീയതിയാണ്. നമുക്കറിയില്ല എന്തിനാണ് സന്ദർശനം. മൂകാംബികയിൽ പോകാനാണോ, അവിടെ ആരെങ്കിലും കാണാനാണോ, തികച്ചും സ്വകാര്യമായ കാര്യമാണോ, അതിനെന്തിനൊരു പ്രൈവറ്റ് ജെറ്റ് എന്നതും ചോദ്യമാണ്. ഇതൊക്കെ ഉന്നയിക്കാൻ ലഭിച്ച ഒന്നാന്തരം അവസരമാണ് CPM-ന്. തകർന്ന് തരിപ്പണമായി 35 സീറ്റുമായി ആകെ മണ്ണ് കപ്പിയ അവസ്ഥയിൽ നിൽക്കുന്ന CPM-നും LDF-നും ഉയർത്തെഴുന്നേക്കാൻ പറ്റിയ ഒന്നാന്തരം വിഷയമാണ് അദനി വിഷയം. അവിടെയും പ്രതികരണങ്ങളുണ്ടായി. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ്റെ ഭാഗത്ത് നിന്ന് പ്രതികരണങ്ങളുണ്ടായി, വിമർശനങ്ങളുണ്ടായി. പക്ഷേ അതിൻ്റെ ഇൻറ്റൻസിറ്റി മുൻകാലങ്ങളിൽ CPM ഒക്കെ പ്രതിപക്ഷത്തിരുന്നപ്പോൾ കാട്ടിയ ആർജവം ഇതിന് കാട്ടുന്നുണ്ടോ എന്നത് സംശയമാണ്. മാത്രമല്ല മുൻപ് വന്ന 2-3 വിഷയങ്ങളുണ്ടല്ലോ. ഈ നികുതി, മദ്യത്തിന് നികുതി കുറച്ചുകൊണ്ട്, വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതിയുടെ കാര്യത്തിലും വീര്യക്കുറവ് 120%, 175% എന്ന രീതിയിലേക്ക് നികുതി കുറച്ചുകൊണ്ട് വന്ന VD സതീശൻ്റെ ഒറ്റയാൾ തീരുമാനം. അത് മുന്നണി തീരുമാനമല്ല, മുന്നണി ഏകോപന സമിതിയുടെ തീരുമാനമല്ല, UDF-ൽ സംസാരിച്ചിട്ടില്ല, മന്ത്രിസഭാ യോഗത്തിൽ സംസാരിച്ചിട്ടില്ല. ഫിനാൻസ് മിനിസ്റ്റർ എന്ന പ്രൊറോഗറ്റീവ് ഉപയോഗിച്ചുകൊണ്ട് മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ കൊണ്ടുവന്ന നികുതി നിർദ്ദേശം കർശനമായി എതിർത്ത് തോൽപ്പിക്കാൻ എന്തുകൊണ്ട് പ്രതിപക്ഷ തെരുവിലേക്ക് അത് കൊണ്ടുപോകാൻ പ്രതിപക്ഷത്തിന് അവിടെയും കഴിഞ്ഞിട്ടില്ല, CPM-ന് കഴിഞ്ഞിട്ടില്ല. മുൻകാലങ്ങളിൽ ഇതൊന്നും ആയിരുന്നില്ല അവസ്ഥ. ചിലപ്പോൾ വേണമെങ്കിൽ പറയാം 1 മാസമല്ലേ ആയിട്ടുള്ളൂ, ഇതൊന്ന് ചൂട് പിടിച്ചു വരുന്നതേ ഉള്ളൂ, വർദ്ധിത വീര്യത്തോടുകൂടി ഇനി ആക്രമിക്കാം. കേഡറൊക്കെ അവിടെ തന്നെ ഉണ്ടല്ലോ. SFI ഉണ്ട്, DYFI ഉണ്ട്, പല 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 സമിതികളുണ്ടല്ലോ. ഇങ്ങനെ പോഷക സംഘടനകളിലൂടെയാണല്ലോ CPM-ന് സർവീസ് സംഘടനകളുണ്ട് എന്ന് വേണ്ട എല്ലാത്തിനും ആളുണ്ട്. പക്ഷേ ആകെ അമ്പരപ്പിൽ നിൽക്കുന്ന ഒരു അന്തരീക്ഷം. നിയമനങ്ങളുടെ കാര്യത്തിൽ വലിയ തോതിൽ പാളിച്ചകൾ പറ്റി. പക്ഷെ ഓരോ പ്രാവശ്യം പാളിച്ചകൾ പറ്റുമ്പോഴും VD സതീശൻ ഒരു തലപ്പൊക്കത്തിൽ നിൽക്കുകയാണ്, അതിൽ നിന്നും ഊരി വരികയാണ്. എന്നാൽ സുന്ദരമായിട്ടാണ് മദ്യ വിഷയത്തിൽ അദ്ദേഹം ഊരിപ്പോയത്. മുന്നണിക്ക് വേണ്ടെങ്കിൽ എനിക്കും വേണ്ട, പക്ഷേ ഇത് ഞാൻ പ്രഖ്യാപിച്ചിട്ടു, അത് ധനകാര്യ ബില്ലിൽ ഉൾപ്പെടുത്തി, അത് പാസ്സാക്കി എടുത്തു കഴിഞ്ഞു. അപ്പം ഇനിയിപ്പോൾ നടപ്പാക്കണോ വേണ്ടായോ എന്നത് മുന്നണി തീരുമാനിക്കും. ഇപ്പം ഭംഗിയായി സ്കൂട്ടാവുകയാണ്, കൈ കഴുകി രക്ഷപ്പെടുകയാണ്. പക്ഷേ പ്രതിപക്ഷ നേതാവ്, പ്രതിപക്ഷത്തെ മുഖ്യ പാർട്ടിയായ CPM എന്തുകൊണ്ട് ഭരണപക്ഷത്തെ മുൾമുനയിൽ നിൽക്കാൻ കഴിയുന്നത്? അവിടെയാണ് പ്രതിപക്ഷത്തെക്കുറിച്ച് ചില സംശയങ്ങൾ നമുക്കുണ്ടാകുന്നത്. പ്രതിപക്ഷത്ത് ഒരു ഉപനേതാവുണ്ടോ? നേതാവ് ശ്രീ പിണറായി വിജയനാണ് പ്രതിപക്ഷ നേതാവ്, പ്രതിപക്ഷത്തിൻ്റെ മുഖം നിയമസഭയ്ക്കുള്ളിൽ. പക്ഷേ ജനകീയ പ്രതിച്ഛായ ശ്രീ പിണറായി വിജയൻ്റേത് എത്രത്തോളമാണ് എന്നത് ചിന്തനീയമായ കാര്യമാണ്. കഴിഞ്ഞ ദിവസം നിയമസഭയ്ക്കുള്ളിൽ എത്രത്തോളം ആ സംസാരം കൃത്യമായി ഒപ്പിയെടുക്കാനാവുമെന്ന് എനിക്കറിയില്ല. പക്ഷേ മാധ്യമ റിപ്പോർട്ടുകൾ ഒരു സൂചനയാണ് എങ്കിൽ തൊട്ടടുത്തിരുന്ന ശ്രീ ബാലഗോപാൽ, മുൻ ധനകാര്യമന്ത്രി ബാലഗോപാലിൻ്റെ വാക്കുകൾ കേട്ട് താങ്കൾ ഇങ്ങനെ ഇരുന്നാൽ മതിയോ എന്ന ഒരു ശാസന, പാതി ശാസനയും പാതി കാര്യവുമാണ്. അത് കേട്ട് നിർനിമേഷനായി ഇരിക്കുന്ന മുൻ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ്റെ ഒരു അവസ്ഥ കേരള മക്കൾ കണ്ടതാണ്. അപ്പോൾ അത്രയും ദുർബലൻ എന്ന് പറയുന്നത് ശരിയല്ല. ഒരു കാലത്ത് വലിയ പ്രതാപശാലിയായിരുന്നു. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ അത്രത്തോളം പ്രതാപം കാട്ടാൻ ശ്രീ പിണറായി വിജയന് കഴിയുന്നുണ്ടോ എന്നത് സംശയമാണ്. ഒരു വിഷയമൊക്കെ പഠിച്ച്, ഈ പ്രായത്തിൽ 19 വയസ്സിൽ ഒരു വിഷയമൊക്കെ പഠിച്ച് ചടുലതയോടുകൂടി നിയമസഭയിൽ അവതരിപ്പിക്കുക. പൊതുജനങ്ങളുടെ ഇടയിൽ VD സതീശൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ കൊടുങ്കാറ്റായി പാഞ്ഞു നടന്നതുപോലെ പാഞ്ഞു നടക്കാൻ കഴിയുക. ഇതൊന്നും കഴിയുന്നില്ല. പാവം പിണറായി വിജയൻ അത് കഴിയുന്നില്ല. അതൊരു വളരെ ഒരു സിംഹമൊക്കെ ഒരു പ്രായമായി കഴിഞ്ഞാൽ ഇര തേടാനാവാതെ വരുമ്പോൾ തൻ്റെ ഗുഹയിൽ തന്നെ വല്ലാതെ വേച്ച് ഗുഹാമുഖത്ത് നിൽക്കുന്ന ഒരവസ്ഥയല്ലേ ഒരു കാലത്ത് പ്രതാപശാലി ആയിരുന്നു. മുടിചൂടാ മന്നനായി അനേക കാറുകളുടെ അകമ്പടിയോടുകൂടി നടന്നയാളാണ് ഇപ്പോഴത്തെ അവസ്ഥ. അവിടെയാണ് പ്രതിപക്ഷത്തൊരു ഉപനേതാവുണ്ടോ? ഈ പാർട്ടിക്കുള്ളിൽ തന്നെ ഒരു അടുത്ത മുഖമുണ്ടോ? പിണറായിക്ക് ശേഷം
ഒരു സൂചന പോലുമില്ല. ആ ഒരു ഫ്രസ്ട്രേഷൻ ആകാം ഒരു പക്ഷേ KN ബാലഗോപാൽ, കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായ ശ്രീ KN ബാലഗോപാൽ, ആ ഫ്രസ്ട്രേഷൻ ആയിരിക്കാം. പാർട്ടിക്ക് ഒരു പദ്ധതിയുണ്ടോ? പിണറായി മാത്രമല്ലല്ലോ, ഒരു കളക്റ്റീവ് ലീഡർഷിപ്പ്. കോൺഗ്രസിനാണെങ്കിൽ നേതൃധാരാളിത്തത്താൽ പൊറുതി മുട്ടുകയാണ്. ഒരു KPCC പ്രസിഡന്റ് വേണം കോൺഗ്രസിന്. ആരാകും? കൊടിക്കുന്നിൽ സുരേഷ്. ഒരു പ്രാതിനിധ്യം വേണം, ഒരു ദളിത് വിഭാഗത്തിന് പ്രാതിനിധ്യം വേണമെന്ന് ആഗ്രഹിക്കുന്നു. കൊടിക്കുന്നിൽ സുരേഷ് സീനിയർ നേതാവുമാണ്. ദളിത് മുഖം എന്നുള്ള നിലയിൽ മാത്രമല്ലല്ലോ, അദ്ദേഹം വലിയ നേതാവാണ്. ഏറെക്കാലം 7-8 പ്രാവശ്യം MP ആയ ആളാണ്. അദ്ദേഹം പരിഗണിക്കപ്പെടുന്നു. ജോസഫ് വാഴക്കൻ ഒരാൾക്ക് ഒരു പദവി എന്ന ഇതുമായി നിൽക്കുന്നു. ജോസഫ് വാഴക്കൻ മുൻ MLA ആണ്. പക്ഷേ കാര്യമായ സ്ഥാനങ്ങളൊന്നും ഇപ്പോൾ ലഭിക്കുന്നില്ല. അദ്ദേഹത്തിന് അർഹതയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം തീപ്പൊരി പോലെ പാറി നടക്കുന്നു. അതുപോലെ ബെന്നി ബെഹനാൻ കപ്പനും ചുണ്ടിനുമിടയിൽ നേരത്തെ നഷ്ടപ്പെട്ട ഒരാളാണ് എന്ന് വേണ്ട ഒരുപാട് പേരാണ്. ഭൈമി കാമുകർ. നേതൃധാരാളിത്തം കോൺഗ്രസിനുണ്ട്. മാത്രമല്ല കോൺഗ്രസിന് പുനഃസംഘടന വേണം. പക്ഷേ CPMന് ഇനിയുള്ള നേതൃത്വം ആരാണ് എന്നതിനെക്കുറിച്ച് സംശയമുണ്ട്. അതുകൊണ്ട് CPMലെ തന്നെ രണ്ടാമനാർ പിണറായിയാണ് ഒന്നാമൻ, ഇപ്പോഴും രണ്ടാമനാർ എന്നത് വലിയ തർക്കമാണ്. പിണറായിയോളം സീനിയോറിറ്റിയുള്ള ജയരാജന്മാർ അല്ലെങ്കിൽ അതിന് തൊട്ട് താഴെ നിൽക്കുന്ന ജയരാജന്മാരുടെ എല്ലാം അവസാന രാഷ്ട്രീയ വനവാസത്തിൻ്റെ ഘട്ടത്തിലായി MV ഗോവിന്ദൻ. മിക്കവാറും ഗോവിന്ദൻ്റെ കാര്യം ഗോവിന്ദയായി മാറുന്നു. പക്ഷെ ചെറു നേതൃത്വം ഉയർന്നു വരാൻ തക്ക ഒരു സാഹചര്യമാണ്. മുന്നിൽ നിൽക്കാൻ ഒരാളുണ്ടെങ്കിൽ ഭരണപക്ഷത്തെ കടന്നാക്രമിക്കാൻ CPMന് കഴിയും, പ്രതിപക്ഷത്തിന് കഴിയും. അതിപ്പോൾ കഴിയുന്നില്ല എന്ന പരിഭവമുണ്ട്. അതൊന്ന്. 2, CPI രണ്ടാമത്തെ വലിയ കക്ഷിയാണല്ലോ. CPIക്ക് എപ്പോഴും ഒരു ദുഃഖമുണ്ട്. തങ്ങൾ വേണ്ട രീതിയിൽ മുന്നണിയിൽ ആദരിക്കപ്പെടുന്നില്ല, ബഹുമാനിക്കപ്പെടുന്നില്ല. തങ്ങളുടെ സ്ട്രൈക്ക് റേറ്റ്, CPMന് സ്ട്രൈക്ക് റേറ്റിനേക്കാൾ 7 MLA ഉള്ളൂ. പക്ഷേ തീരെ മോശമല്ല. ഉപനേതൃത്വ സ്ഥാനം വേണം. ഇതൊന്ന് കൊടുക്കാൻ മുസ്ലിം ലീഗിന് UDF മുന്നണിയിൽ കിട്ടുന്ന ഒരു പരിഗണന എന്തുകൊണ്ട് രണ്ടാം കക്ഷിയായ CPIക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ കിട്ടുന്നില്ല എന്ന പരിഭവമുണ്ട്. അപ്പം രണ്ടാം സ്ഥലം ഒരു ഉപനേതാവിനെ പോലും, നിയമസഭയിൽ ഒരു പ്രതിപക്ഷ ഉപനേതാവിനെ പോലും നിശ്ചയിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് പ്രതിപക്ഷം ഛിന്നഭിന്നമായോ? സ്വന്തം വൈരുദ്ധ്യത്താൽ പ്രതിപക്ഷം ആഞ്ഞടിക്കേണ്ട സമയത്ത് ആഭ്യന്തരമായി പാർട്ടിക്കുള്ളിലെ ശൈഥില്യം അല്ല ജനം നൽകിയ തിരിച്ചടി ഇപ്പോഴും മനസ്സിലാകാതെ ഇരുട്ടത്ത് തപ്പി നിൽക്കുന്ന CPM, ഇതെല്ലാം വലിയ വെല്ലുവിളിയാണ്. യഥാർത്ഥത്തിൽ ശക്തമായ ഭരണപക്ഷം നമുക്ക് ആവശ്യമാണ്. ശക്തനായ മുഖ്യമന്ത്രി ആവശ്യമാണ്. അത് നമുക്കുണ്ടെന്നാണ് എൻ്റെ പക്ഷം. അദ്ദേഹം നടത്തിയ എല്ലാ നീക്കങ്ങളോടും എനിക്ക് യോജിപ്പില്ല. പക്ഷേ അദ്ദേഹം എല്ലാം അതിജീവിച്ച് മുന്നോട്ട് പോകുന്നു. അതിജീവന കലയുടെ ആചാര്യനായി മാറിയിരിക്കുന്നു ശ്രീ VD സതീശൻ. പക്ഷേ പിണറായിക്ക് അതിജീവന കല എങ്ങനെയോ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ആ ഒരു ദുഃഖത്തിലാണ് CPMന് ഉള്ളിൽ തന്നെയും ഉള്ള വിരുദ്ധ സ്വരങ്ങൾ, പിണറായിക്കെതിരെ ഉയരുന്ന വാളുകൾ, അതുപോലെ മുന്നണിക്കുള്ളിൽ വേണ്ട ഏകോപനം ഇല്ല എന്ന ചിന്ത. യഥാർത്ഥത്തിൽ പ്രതിപക്ഷം ഉണർന്ന് പ്രവർത്തിക്കേണ്ട സമയമാണ്. ഒരു കാര്യം കൂടെ സൂചിപ്പിക്കട്ടെ, കരിമണലാകുന്നു വിഷയം. കരിമണൽ ഏതെങ്കിലും രീതിയിൽ കരിമണലിൻ്റെ അനന്തമായ സാധ്യതകൾ സംസ്ഥാനത്തിന് ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞില്ല എങ്കിൽ മറ്റ് വിഭവങ്ങളുടെ അഭാവം കേരളത്തിൻ്റെ വികസനത്തെ വല്ലാതെ ബാധിക്കാം. എങ്ങനെ സുഗമമായി സുതാര്യമായി അഴിമതിയില്ലാതെ പൊതുമേഖലയിൽ കരിമണലിൻ്റെ ഖനനവും വിപണനവും സാധിക്കും? ഇത് UDF സർക്കാരിന് മേൽ, ഈ പറയുന്ന VD സതീശൻ സർക്കാരിന് മേലുള്ള ഏറ്റവും വലിയ ചാലഞ്ചാണ്. ആ വിഷയത്തിൽ പാളിയാൽ തിരുത്തൽ ശക്തിയായി, അനാവശ്യ തിരുത്തലല്ല വേണ്ടത്, ക്രിയാത്മകമായ പ്രതിപക്ഷമുണ്ടാവണം. നമ്മുടെ വിഭവങ്ങൾ അനാവശ്യമായി പ്രൈവറ്റ് ഹാൻഡ്സിൽ ദുരുപയോഗപ്പെടുത്താൻ പാടില്ല. ഇതിന് ഉണർന്ന് പ്രവർത്തിക്കുന്ന പ്രതിപക്ഷമുണ്ട്. അനാവശ്യ കാര്യങ്ങളിൽ വിവാദമുണ്ടാക്കുന്ന പ്രതിപക്ഷത്തെ അല്ല ആവശ്യം. നിർണായകമായ വിഷയത്തിൽ നിർണായക ഇടപെടലുകളുമായി വരുന്ന പ്രതിപക്ഷത്തെയാണ് കാര്യം. ഇപ്പോൾ എൻ്റെ ഓർമ്മയിൽ നിൽക്കുന്ന ഏറ്റവും ദുർബലമായ ഇടതു പ്രതിപക്ഷമായി ഈ പ്രതിപക്ഷം മാറുന്നുവോ എന്ന ഒരു ആശങ്കയോടുകൂടി പ്രതിപക്ഷത്തിന് ഉയർത്തെഴുന്നേക്കാൻ കഴിയട്ടെ. പിണറായി വിജയന് ശേഷം ഒരു നേതൃത്വം ഉണ്ടാവട്ടെ. ആ നേതൃത്വം ഉജ്ജ്വലമായി VD സതീശനെ ബാലൻസ് ചെയ്യുന്ന രീതിയിൽ, UDF സർക്കാരിനെ ബാലൻസ് ചെയ്യുന്ന രീതിയിൽ നിൽക്കട്ടെ. അങ്ങനെ കേരളത്തിൻ്റെ ഭാവി ശോഭനമാകട്ടെ, ജനാധിപത്യത്തിന് കുറച്ചുകൂടെ മാറ്റുണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അവസാനിപ്പിക്കട്ടെ. നന്ദി, നമസ്കാരം.